ഹായ്. ഞാൻ ഇന്ന് ലഞ്ചിന് ഉണ്ടാക്കിയത് ഗീ റൈസും പനീർ ബട്ടർ മസാലയാണ് കേട്ടോ. പക്ഷേ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ കയ്യിലുള്ള ബട്ടർ തീർന്നു എന്നുള്ള ബോധം ഉണ്ടായത് എനിക്ക്. അപ്പോൾ ഞാൻ ഗീ ആണ് യൂസ് ചെയ്തത്. അപ്പോൾ ഗീയിലോട്ട് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി റഫായി ചോപ്പ് ചെയ്തത്, ഒപ്പം കാഷ്യൂവും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് പച്ചമണം മാറുന്ന വരെ വഴറ്റിയതിന് ശേഷം തക്കാളി ഇട്ട് നന്നായിട്ട് വേവിക്കുക. ഇത് വെന്തത് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് ഈ പ്യൂരെ ഒരു 20 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ. ആ 20 മിനിറ്റ് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗരം മസാല, ഏലക്ക, കസൂരി മേത്തി ഇട്ട് അതും ഒരു 5 മിനിറ്റ് നന്നായി തിളച്ചതിന് ശേഷം പനീർ ഇടുക. എന്നിട്ട് പിന്നെയും ഒരു 5 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ക്രീം ഒഴിക്കുക, ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇത് ഭയങ്കര ഈസി റെസിപ്പിയാണ്, പക്ഷേ നിറയെ ടൈം എടുക്കും. ഇത് ഞാൻ വീണാസ് കറി വേൾഡിൽ നിന്ന് എടുത്ത റെസിപ്പിയാണ്. ഇത് ഞാൻ ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. എപ്പോഴും നന്നായിട്ട് വരാറുണ്ട്. ഡീറ്റെയിൽ റെസിപ്പി വീണാസ് കറി വേൾഡിൽ നിന്ന് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഗീ റൈസും പനീർ ബട്ടർ മസാലയാണ് ഞാൻ ഇന്ന് സ്കൂളിലേക്ക് കൊടുത്തു വിട്ടത്. ഒപ്പം സ്നാക്കായിട്ട് പെയറും. അപ്പോൾ അത്രയേ ഉള്ളൂ. നാളെ കാണാം.